പാതിവില തട്ടിപ്പിൽ സ്പെയാർഡ് ചെയർപേഴ്സണും NGO കോൺഫെഡറേഷൻ ബോർഡ് അംഗവുമായ ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ ED റെയ്ഡ്. അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടിൽ ഷീബയ്ക്ക് നേരിട്ട് പങ്കുള്ളതായാണ് EDയുടെ കണ്ടെത്തൽ. നിലവിൽ ഷീബ വിദേശത്താണ്. നേരത്തെ ഇവരുടെ വീട് ED സീൽ ചെയ്തിരുന്നു. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണ്? ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളത്തു നിന്നുള്ള ED സംഘമാണ് ഇന്ന് 10 മണിയോടുകൂടി ഷീബയുടെ വീട്ടിലെത്തിയത്. 5 ദിവസം മുമ്പ് ഷീബ സുരേഷിന്റെ വീട് ED സംഘം എത്തി സീൽ ചെയ്തിരുന്നു. ഇതിന് ശേഷം പരിശോധന നടത്തുമെന്നുള്ളൊരു അറിയിപ്പാണ് ED നൽകിയിരുന്നത്. പ്രധാനമായും ഷീബ സുരേഷ് നാട്ടിലെത്തിയ ശേഷമാവും ഇത്തരത്തിൽ പരിശോധന നടത്തുക എന്നുള്ളതായിരുന്നു ED പറഞ്ഞിരുന്നത്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഷീബ സുരേഷ് നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഇവർ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു വീട് തുറന്നുള്ള പരിശോധന ED നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെയും അതുപോലെ തന്നെ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഷീബ സുരേഷ്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ നേരിട്ട് ബന്ധമുണ്ട്. ഇവർ മുഖാന്തരവും നിരവധി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. ED സ്വമേധയെടുത്ത കേസിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ NGO കോൺഫെഡറേഷന്റെ ബോർഡംഗമാണ്, അതായത് വിവാദത്തിൽ നിൽക്കുന്ന NGO കോൺഫെഡറേഷന്റെ ബോർഡംഗമാണ് ഷീബ സുരേഷ്. അതുപോലെ തന്നെ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സൊസൈറ്റിയുടെ ചെയർപേഴ്സണുമാണ്. അത്തരത്തിൽ ഈ ആനന്ദകുമാറും അതുപോലെ തന്നെ അനന്തകൃഷ്ണനുമായി ചേർത്ത് നിർത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് അടുത്ത ബന്ധമുള്ളതിന്റെ തെളിവുകളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായ ഒരു പരിശോധന, അതായത് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഷീബ സുരേഷുമാരുടെ വീട്ടിലുണ്ടോ, ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഷീബ സുരേഷുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ, അതിന്റെ രേഖകൾ എന്തെങ്കിലും ഈ വീട്ടിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. കൂടാതെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും, അതായത് ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യലും ഉണ്ടാകുമെന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. അത് ഷീബ സുരേഷ് ഇവിടെ എത്തിയെങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. എന്തായാലും ഷീബ സുരേഷ് ഇവിടെ, അതായത് നാട്ടിൽ തിരികെ എത്തിയിട്ടുണ്ട്. വിദേശത്തായിരുന്നു ഷീബ സുരേഷ് ഉണ്ടായിരുന്നത്. നാട്ടിൽ തിരികെ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലും ED നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോഴും വീടിനുള്ളിൽ പരിശോധനകൾ പുരോഗമിക്കുകയാണ്.